തിരൂരിൽ അർജുന്റെ രക്ഷാദൗത്യത്തിലുള്ള തൃശ്ശൂരിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് യന്ത്രം സജ്ജം. യന്ത്രം ഷിരൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് ഇതുവരെ അനുമതി ലഭ്യമായിട്ടില്ല. ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. അതേസമയം പരിശോധനകൾ പൂർത്തിയാക്കിയ തൃശ്ശൂർ ജില്ലാ ഭരണകൂടം. വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, ജില്ലാ ഭരണകൂടം, തൃശ്ശൂർ ജില്ലാ ഭരണകൂടം എല്ലാ തരത്തിലും സജ്ജമായിട്ടും ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം ഈ ഡ്രഡ്ജിംഗ് കൊണ്ടുപോകാൻ, യന്ത്രം കൊണ്ടുപോകാൻ അനുമതി നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള നീക്കം അല്പം ആശങ്കയിലുമാണ്, അനിശ്ചിതത്വത്തിലുമാണല്ലേ? തീർച്ചയായും കെ പി, ഈ ഡ്രഡ്ജിംഗ് യന്ത്രത്തിന്റെ ഒരു ഓപ്പറേറ്ററും കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥനുമാണ് ഇപ്പോൾ ഷിരൂരിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ഷിരൂരിലെത്തി പരിശോധനകൾക്ക് ശേഷമാണ് ഈ യന്ത്രം കൊണ്ടുപോകുന്നതിൽ തീരുമാനമെടുക്കുക. ഇതിൽ തന്നെ ഈ അനുമതി കാത്ത് ഈ ഡ്രഡ്ജിംഗ് യന്ത്രം ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെയുണ്ട്. ഇതിൽ തന്നെ ജില്ലാതല പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഈ ഗംഗാവലിപ്പുഴയിലെ ഒഴുക്കിൽ ഈ യന്ത്രം പ്രവർത്തിക്കാനാകുമോ എന്നതാണ് ഈ അനുമതി വൈകാൻ വേണ്ടി ഇടയാക്കിയിട്ടുള്ളത്. അത് പരിശോധിക്കാനാണ്, അതിന്റെ ടെക്നിക്കൽ വശം കൂടെ പരിശോധിക്കാനാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും ഈ സംഘം പുറപ്പെട്ടിട്ടുള്ളത്. കാർഷിക ഗവേഷണ കേന്ദ്രവും കാർഷിക യന്ത്രവൽക്കരണ മിഷനും ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ളതാണ് ജലോപരിതലത്തിൽ സഞ്ചരിക്കുന്ന ഈ ഡ്രഡ്ജിംഗ് യന്ത്രം. കോഴിക്കോട് മറൈൻ ഇൻഡസ്ട്രിയിൽ നിന്ന് പ്രത്യേകം തയ്യാറാക്കി എത്തിയതാണ്. എന്തായാലും ഇത് ഗംഗാവലിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകുവാനായിട്ടുള്ള ആദ്യഘട്ട പരിശോധനയാണ് ഇപ്പോൾ ഇവിടെ നിന്നും ഈ ഓപ്പറേറ്റർ ഉൾപ്പെടെ പോയി നടത്തുന്നത്. 25 അടി താഴ്ചയിൽ വരെ ചെളി നീക്കം ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ യന്ത്രമെന്നാണ് അവകാശപ്പെടുന്നത്. എന്തായാലും ഈ ഡ്രഡ്ജിംഗ് യന്ത്രത്തിന്റെ ഓപ്പറേറ്റർ അവിടെ പരിശോധിച്ച ശേഷം അനുമതി ലഭിച്ചാൽ മാത്രമേ ഈ യന്ത്രം അവിടേക്ക് ഷിരൂരിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. കെ പി, തൃശ്ശൂരിൽ നിന്ന് മനോജാണ് വിവരങ്ങൾ നൽകിയത്.